CPMന് ഏറെ ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട് സൈബർ സഖാക്കൾ. സോഷ്യൽ മീഡിയ പേജിലൂടെ വ്യക്തിഹത്യ നടത്തുകയാണ് ഇവരുടെ പ്രധാന ജോലിയെന്ന രീതിയിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട്. KK രമയെപ്പോലുള്ള നേതാക്കളെ വനിതയെന്ന പരിഗണന പോലും നൽകാതെ അധിക്ഷേപം ചൊരിയുന്നതിനും സൈബർ സഖാക്കൾ മടിച്ചിട്ടില്ല. പൊതുജന മധ്യത്തിൽ CPMനെ പ്രതിരോധത്തിൽ നിർത്തി നിരവധി സംഭവങ്ങളും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തോൽവിക്ക് പിന്നാലെ പോരാളി ഷാജിയെ പോലുള്ള ഇടത് അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ ശക്തമായ വിമർശനവുമായി മുതിർന്ന CPM നേതാവും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന MV ജയരാജൻ രംഗത്ത് വന്നിരുന്നു. ഈ പേജുകൾ ഇടതുപക്ഷമാണെന്ന് നടിക്കുകയാണെന്നും എതിരാളികൾ ഇവരെയെല്ലാം വിലക്കെടുത്തുമെന്നുമാണ് MV ജയരാജന്റെ ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു പിന്നിൽ സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളായിരുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു. യുവാക്കൾ സമൂഹമാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി. സമൂഹമാധ്യമങ്ങളിലെ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നുണ്ട്. ചെങ്കോട്ട, പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീട് ഇടതുവിരുദ്ധ പോസ്റ്റുകളും വന്നിരുന്നു. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ്. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണമെന്നാണ് ജയരാജൻ പറഞ്ഞത്. പിന്നാലെ MV ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിലും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ആർക്കും വിലക്കെടുക്കാൻ സാധിക്കില്ലെന്നും CPMന്റെ പരാജയത്തിനു കാരണം ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളാണെന്നും പോരാളി ഷാജി ആരോപിച്ചു. വീഴ്ചകൾ അക്കമിട്ടു നിരത്തിയായിരുന്നു പോരാളി ഷാജിയുടെ മറുപടി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന തലക്കെട്ടോടെയാണ് പോരാളി ഷാജി പേജിൽ ജയരാജന് അക്കമിട്ട് മറുപടി നൽകിയിരുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കൂ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമെന്നും തങ്ങളല്ല അതിന് കാരണമെന്നും പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു. ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല, വാങ്ങുകയുമില്ല. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല. CPMനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല. ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ്. ഇത് മറുപടിയല്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലികളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പോരാളി ഷാജി പോസ്റ്റിൽ വ്യക്തമാക്കി. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ CPM സഹയാത്രികനും നിലവിൽ കോൺഗ്രസ് നേതാവുമായിരിക്കുന്ന ചെറിയാൻ ഫിലിപ്പ്. പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണ് എല്ലാ പോരാളി ഷാജിമാരുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. 2015 മെയ് 15 നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖ്യവാക്യം പിണറായി വിജയൻ തന്റെ ഹീറോ എന്നതാണ്. 8.25 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഈ പേജിൽ നിന്നാണ് CPM നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുള്ളതെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. 2017 മാർച്ച് 24 മറ്റൊരു പോരാളി ഷാജി പേജ് തുറന്നത് P ജയരാജന്റെ അനുയായികളാണ്. 2019 മാർച്ച് 10 തുടങ്ങിയ PJ ആർമി P ജയരാജൻ സ്തുതിഗീതം ആലപിച്ചപ്പോൾ പാർട്ടി വിലക്കി. 2021 ജൂൺ 25 PJ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി. പിന്നീട് MV ജയരാജന്റെ അനുയായികൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി. 3 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം MV ജയരാജന്റേതാണ്. ഈ ഫേസ്ബുക്ക് പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണെങ്കിലും പലരും ഗൾഫ് രാജ്യങ്ങളിലും ചെന്നൈയിലുമാണ് താമസം. ചെങ്കോട്ട, ചെങ്കതിർ, ചുവപ്പ് സഖാക്കൾ എന്നീ പേജുകളുടെ അഡ്മിന്മാർ CPMകാരാണ്. വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ CPM നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും. കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചുവെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിന്മാരെ വിലക്കെടുക്കുന്നതെന്നും വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ചുമെന്നും NV ജയരാജൻ ആരോപിച്ചത്. കോൺഗ്രസ് ഇപ്പോൾ CPMനേക്കാൾ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ മികച്ച രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കോൺഗ്രസ് സൈബർ വിങ്ങിന് സാധിച്ചു. സ്വന്തം പാളയത്തിലുണ്ടായ അന്തഃഛിദ്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു.